എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ വ്യോമസേന വഴി നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ഇത് എത്തിക്കഴിഞ്ഞു. ഫ്ലൈയിങ് ബ്രാഞ്ച്, ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്കുള്ള എഫ്കാറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പർ വഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ 10-ാം തീയതി നവംബർ 10-ന് പബ്ലിഷ് ചെയ്യും. നവംബർ 10 മുതൽ ഡിസംബർ 9 വരെ നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി ഇനി അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ഒക്കെ വരുന്നുണ്ട്. ഇനി എയർഫോഴ്സ് വഴി നിങ്ങൾക്ക് പൈലറ്റ് വരെ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷയാണ് ഉടൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്താലോ. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഫ്കാറ്റ് 01/2026 NCC സ്പെഷ്യൽ എൻട്രിയും വന്നിട്ടുണ്ട്. അപ്പോൾ 2027 ജനുവരി ബാച്ചിലേക്കുള്ള കോഴ്സ് ആണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. എഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ, എഫ്കാറ്റ് എൻട്രി, ഫ്ലൈയിങ് ബ്രാഞ്ച്, ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. NCC സ്പെഷ്യൽ എൻട്രി ആണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് വാക്കൻസി. അപ്പോൾ നിങ്ങൾ ഫ്ലൈയിങ് ബ്രാഞ്ച് മീൻസ് പൈലറ്റ്, SSC ഓഫീസർ, 14 വർഷത്തെ സേവനമായിരിക്കും നിങ്ങൾക്ക് ഫ്ലൈയിങ് ബ്രാഞ്ച് വഴി കിട്ടാൻ പോകുന്നത്. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ആണെങ്കിൽ 10 വർഷമായിരിക്കും നിങ്ങൾക്ക് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുന്നത്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 20 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ജനുവരി 1, 2027 അടിസ്ഥാനത്തിൽ 24 വയസ്സിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 2 ജനുവരി 2003 മുതൽ 1 ജനുവരി 2007 ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ആണെങ്കിൽ 26 വരെയാണ്. ഫ്ലൈയിങ് ബ്രാഞ്ച് 24 വയസ്സും ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് പറയുന്നത്. അതായത് 2 ജനുവരി 2001 1 ജനുവരി 2007 ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചിലേക്കും അപേക്ഷ അയക്കാൻ പറ്റും. സാലറി പാക്കേജ് ഫ്ലൈയിങ് ഓഫീസർ 56,100 രൂപ മുതൽ 1,77,500 വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന ഒരു പോസ്റ്റാണ്. ലെവൽ 10 ആണ് പേ സ്കെയിൽ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ധാരാളം അലവൻസുകളും കിട്ടുന്നുണ്ട്. ഇതിലേക്ക് എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് 550 രൂപ പ്ലസ് GST നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടി വരും. ഡിഗ്രി BTech ഹോൾഡേഴ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അടിസ്ഥാനമാക്കി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു വീഡിയോയും കൂടി എത്തിക്കാം. ഇപ്പോൾ ഷോർട്ട് നോട്ടീസാണ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ യൂണിഫോം ജോബിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ വരുന്നുണ്ട്. എല്ലാം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരിഗണിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും ശ്രമിക്കുക കേട്ടോ. വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കാനും ശ്രമിക്കുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.